ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്ന ഡിഷ് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കടായി ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 സ്പൂൺ ഉലുവയും 2 കീറിയ ഉണക്കമുളകും വട്ടത്തിലരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റണം. ഇതെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ടിട്ട് അതൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചെറുതീയിൽ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. പച്ചമണം മാറി വരുമ്പോൾ ഞാൻ ചെറിയൊരു ഉണ്ട പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം പിഴിഞ്ഞ് അരിച്ചിതിലേക്ക് ഒഴിക്കുക. ഇഞ്ചിപ്പുളി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കുറുതാക്കി എടുക്കുക. ചാറൊക്കെ കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി അഥവാ പുളിയിഞ്ചി റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും 1/4 സ്പൂൺ തന്നെ കായം പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കറി റെഡിയായി, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, നവരസങ്ങൾ സമ്മാനിക്കുന്ന അതിവിശിഷ്ടമായ കറിയാണ് പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോട് എല്ലാവരും പറയുക. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.